إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മാഇദ 115-ാമത്തെ ആയത്തിന്റെ വിശദീകരണം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാഇദയുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ മുനസ്സിലുഹാ അതിനെ ഇറക്കിത്തരും അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക് ഞാൻ അതിനെ ഇറക്കിത്തരുന്നതാണ്. ആ ഭക്ഷണത്തളിക ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരും, നിശ്ചയമായും ഇറക്കിത്തരും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു ഷർത്തുണ്ട്. ആ നിങ്ങളിൽ നിന്നും അതിനുശേഷം ആരെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തുകയാണെങ്കിൽ, അതായത് സത്യനിഷേധികളാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവരാകുകയാണെങ്കിൽ, അപ്പോൾ നിശ്ചയമായും ഞാൻ അവനെ ശിക്ഷിക്കും. അദാബൻ ഒരു ശിക്ഷ, ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകരിലാരും തന്നെ ശിക്ഷിക്കാത്ത രൂപത്തിലുള്ള അതികഠിനമായ ശിക്ഷ കൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കുന്നതാണ്. എന്താണ് അതിനുള്ള കാരണം വലിയ അത്ഭുതമാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാര്യകൾ ആവശ്യപ്പെട്ടത് നേർക്കുനേരാകാശത്തു നിന്നും ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാനുള്ള ആവശ്യമാണ്. അത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുകയാണെങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദൃഢവിശ്വാസത്തിന് പോൽഫലകമായ ഈയൊരായത്ത് നേർക്കുനേരെ ദർശിക്കുകയാണ്. എന്നിട്ടും വിശ്വാസം ഉൾക്കൊള്ളാതെ വിശ്വാസികളാകുകയാണെങ്കിൽ അവർ അതികഠിനമായ കഠോരമായ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാപത്തിന്റെ ഗൗരവം അവരെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവർ ഉത്ബോധിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് ദൃഷ്ടാന്തങ്ങളാണ്, അത്ഭുതങ്ങളാണ്. അല്ലാഹുവിങ്കൽ നിന്നും ഇറങ്ങിയ അല്ലാഹുവിന്റെ കലാമായ അത്ഭുതങ്ങൾ നിരന്തരം കണ്ടും കേട്ടും പാരായണം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും പകർന്നു കൊടുത്തും മുന്നോട്ട് പോകുന്ന മുസ്ലിമെ, നാം ഒക്കെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ രൂപത്തിൽ നാം ഒരിക്കലും സത്യനിഷേധികളുടെ പക്ഷം പഠിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.